ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു തനി നാടൻ കറി തയ്യാറാക്കിയാലോ. ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായ ഇതൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു കറി തയ്യാറാക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ചക്കക്കുരു വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 15 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ. അതിൻ്റെ പുറം ഭാഗത്തുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ബ്രൗൺ കളർ പാർട്ട് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ചക്കക്കുരു മുങ്ങി നിൽക്കുന്ന വണ്ണം വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ചിലപ്പോൾ 2 വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടണമെന്നില്ല, നന്നായിട്ട് വെന്ത് കിട്ടണമെന്നില്ല, കുഴപ്പമില്ല. നമ്മളിത് മുരിങ്ങക്കായൊക്കെ ചേർത്തിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ചക്കക്കുരു വെന്ത് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ 2 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലരൊക്കെ ഈ കറിയിലേക്ക് വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല. അപ്പോൾ ഞാനിവിടെ 1 വെളുത്തുള്ളി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടൊന്ന് അരച്ചെടുക്കാം. വേവിച്ചെടുത്ത ചക്കക്കുരു ഞാനിവിടെ ചട്ടിയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്കിനി കറി ചട്ടിയിൽ തയ്യാറാക്കാം. ചക്കക്കുരു ഇവിടെ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെന്തുടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഈ ഒരു പാകത്തിൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. 2 മുരിങ്ങക്കായാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചുകൊണ്ട് മുരിങ്ങക്കായ കുക്ക് ചെയ്തെടുക്കാം. മുരിങ്ങക്കായ കുറച്ചുകൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചേർക്കുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കൂടുതലാണെങ്കിൽ ഒരു മാങ്ങയുടെ പകുതിയൊക്കെ ചേർത്താൽ മതിയാവും. ഞാനിവിടെ ഒരു മാങ്ങയുടെ പകുതി കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് വീണ്ടും അടച്ചു വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തുറന്ന് വെച്ചുകൊണ്ട് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങ എടുക്കുമ്പോൾ നല്ല പുളിയൊക്കെയുള്ള മാങ്ങയാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം എടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി എത്രയാണോ ആവശ്യം അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ചക്കക്കുരുവൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു കൊഴുപ്പായിരിക്കും, നല്ല തിക്കായിട്ടിരിക്കും കറി. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെക്കാം. കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കടുക് വറുത്തിടേണ്ട കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. മാങ്ങയുടെ കറിയാണല്ലോ, മാങ്ങ ചേർത്തിട്ടുള്ള കറിയിലൊക്കെ ഉലുവ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് എരിവിനനുസരിച്ചിട്ട് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കായൊക്കെ ചേർത്തിട്ടുള്ള നല്ല തനി നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ. വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്.
നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള കുറച്ച് കറികളുടെ റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊക്കെ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്